ഹായ് കൂട്ടുകാരെ, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സും ക്ലീനിങ് ടിപ്സും അതുപോലെ തന്നെ നമ്മളുടെ പൈനാപ്പിളിൻ്റെ തൊലിക്ക് എത്രമാത്രം ഗുണങ്ങളുണ്ടെന്നുള്ളതും അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത്, അതുപോലെ വളരെ എളുപ്പത്തിൽ ഏത്തയ്ക്ക പുഴുങ്ങാനുള്ള ടിപ്സും അതുപോലെ എല്ലാ തരത്തിലും നിങ്ങൾക്ക് വളരെ ഉപകാരം കിച്ചൺ ടിപ്സാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ പുട്ടിന് പൊടി നനച്ച ശേഷം കയ്യിലെടുത്ത് അമർത്തിയാൽ ഒരു ഉരുളയായി വരണം ഇതേ രീതിയിൽ. എന്നാൽ വിരൽ കൊണ്ട് തൊട്ടാൽ അത് പൊടിഞ്ഞു പോവുകയും വേണം. അതാണ് ശരിയായ നമ്മളുടെ പുട്ട് കുഴയ്ക്കുന്നതിൻ്റെ പാകം കേട്ടോ. അപ്പം നമ്മളിവിടെ പുട്ടുപൊടിയൊക്കെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ പൊടി നനയ്ക്കുമ്പോൾ ഒരു സ്പൂൺ എണ്ണ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല മയമുള്ള പുട്ട് നമുക്ക് കിട്ടും. അതുപോലെ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. അതുപോലെ നമ്മൾ പുട്ട് കുഴച്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട്, നമ്മൾ ഗോതമ്പ് പുട്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കട്ട പിടിക്കില്ല, അതൊക്കെ മാറാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഒരു മിക്സിയുടെ ജാറിയിട്ട് ഒന്നൊന്ന് കറക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പൊടിഞ്ഞു വരുന്ന രീതിയിൽ പുട്ട് വരും. അതുപോലെ തന്നെ നല്ല പൂ പോലത്തെ പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ഇട്ട് മിക്സ് ചെയ്താൽ നന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ചിരട്ടയ്ക്കകത്താണ് പുട്ടുണ്ടാക്കുന്നത്. ചിരട്ടയ്ക്കകത്ത് പുട്ടുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. നമ്മുടെ സാധാരണ ചിരട്ടപ്പുട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനം ഇല്ലെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ ചിരട്ട നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് അതിനകത്ത് അതിൻ്റെ ആ അടിഭാഗത്ത് ഒരു തുളയിട്ട് കൊടുത്തിട്ട് നമ്മുടെ ഇതുപോലെ നമ്മൾ കുക്കറിൽ വെച്ചിട്ട് നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ ഈ പുട്ട് പുഴുങ്ങുന്നതിനപ്പോൾ നമുക്ക് ഒരു ഏത്തയ്ക്ക അല്ലെങ്കിൽ 2 ഏത്തയ്ക്കയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ഒരു വലിയ ചിരട്ടയ്ക്കകത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതേ രീതിയിൽ പുഴുങ്ങിയെടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ആ പണി വളരെ വേഗത്തിൽ തന്നെ കഴിയും. അപ്പോൾ നമ്മൾ ചിരട്ടയ്ക്കകത്ത് തേങ്ങയും പുട്ടുപൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു ചിരട്ട കൊണ്ട് തന്നെയാണ് നമ്മൾ മൂടി വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് ഇങ്ങനെ ചെരിഞ്ഞ് വന്നുകൊണ്ട് നമുക്ക് സൈഡിലൊരു താങ്ങായിട്ട് എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്താൽ അത് നേരെ ഇരിക്കും കേട്ടോ. ഞാൻ കുക്കറിൻ്റെ വിസിലിൻ്റെ ഇത് തന്നെയാണ് വെച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് നേരെ ഇരിക്കും. ഇപ്പം നമ്മൾ പുട്ടിന് ആവിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആവിയൊക്കെ വന്നതിന് ശേഷം നമ്മൾ തീ കുറച്ച് വെച്ച് ഒരു 1-2 മിനിറ്റ് കൂടി നമ്മൾ തീ കുറഞ്ഞ തീയിൽ വെച്ചൊന്ന് ആവി കയറ്റണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് പുട്ട് ലഭിക്കുകയുള്ളൂ. അപ്പം നമ്മൾ ചട്ടപ്പുട്ടൊക്കെ ഇപ്പോൾ 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചട്ടപ്പുട്ടൊക്കെ നല്ല ആവി വന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട് നോക്കിക്കേ. പക്ഷെ തിന്നാനും നല്ല ടേസ്റ്റ്. ഇവിടെ ഒരു ഹോള് വന്നത് നമ്മുടെ കുക്കറിലേക്ക് ഇറക്കി വെച്ചേക്കുന്നത് കൊണ്ടിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ഇതേ രീതിയിൽ ഏത്തയ്ക്ക പുഴുങ്ങിയെടുക്കാം കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് വേറെ പാത്രത്തിൽ വെച്ച് ആവി കയറേണ്ട കാര്യമൊന്നുമില്ല. ഇതേ രീതിയിൽ ചിരട്ടയിൽ വെച്ചതിന് ശേഷം നമ്മൾ ഒരു ചിരട്ട കൊണ്ട് മൂടി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഈ ഏത്തപ്പഴം പുഴുങ്ങുമ്പോൾ അതിൽ സ്റ്റാർച്ച് എളുപ്പത്തിൽ ദഹിക്കാവുന്ന രൂപത്തിലാവും കേട്ടോ. ഇത് നമ്മുടെ ദഹന പ്രക്രിയയെ സുഗമമാക്കാനും മലബന്ധം തടയാനും ഒക്കെ സഹായിക്കും. വയറിന് അസ്വസ്ഥതയുള്ളപ്പോൾ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സുരക്ഷിതമായിട്ടുള്ളൊരു ഭക്ഷണമാണ് ഏത്തയ്ക്കയൊക്കെ പുഴുങ്ങിയത്. അതേപോലെ തന്നെ നമ്മളുടെ പൈനാപ്പിളൊക്കെ ചെത്തിയതിന് ശേഷം നമ്മൾ തൊലി കളയാറാണ് പതിവ്. പക്ഷേ ഈ പൈനാപ്പിളിൻ്റെ തൊലി കൊണ്ട് നമുക്ക് വളരെയധികം ഗുണങ്ങളുണ്ട് കേട്ടോ. ആരോഗ്യ ഗുണങ്ങളും ഉണ്ട്, അതുപോലെ നമ്മുടെ പ്രകൃതിക്കും ഗുണം ചെയ്യും. അപ്പോൾ നമുക്കതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ പൈനാപ്പിളിൻ്റെ തൊലി കുറച്ച് വിനാഗിരി ഉപ്പും ചേർത്ത വെള്ളത്തിൽ കുറച്ചേറെ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഈ പൈനാപ്പിൾ തൊലി ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ തന്നെ വിനാഗിരി തയ്യാറാക്കാം. അത് എത്ര പേർക്കറിയാം? ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ തൊലി കഷ്ണങ്ങളൊക്കെ ആക്കി ഒരു കുപ്പിയിൽ വെള്ളവും കുറച്ച് ശർക്കരയും ചേർത്ത് അടച്ച് വെച്ച് 2 ആഴ്ച കഴിഞ്ഞ് അരിച്ചെടുത്താൽ നല്ല സൂപ്പർ വിനാഗിരി റെഡിയായി കേട്ടോ. അതേപോലെ തന്നെ പൈനാപ്പിൾ തൊലി ചെറിയ കഷ്ണങ്ങളാക്കി കമ്പോസ്റ്റിലിടുകയോ അല്ലെങ്കിൽ നേരിട്ട് ചെടികളുടെ ചുവട്ടിൽ മണ്ണിൽ കുഴിച്ചിടുകയോ ചെയ്യാം. ഇത് മണ്ണിൻ്റെ നൈട്രജൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കും കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ചെമ്പും പിച്ചളപാത്രങ്ങളൊക്കെ ഈ തൊലിയിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിച്ച് ആ വെള്ളത്തിൽ കഴുകിയാൽ നല്ല വെണ്മയുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ വരണ്ടതും വിണ്ട് കീറിയതുമായ പാദങ്ങളൊക്കെ മൃദുവാക്കാൻ ഈ പൈനാപ്പിൾ തൊലി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതേ രീതിയിൽ ഈ തൊലിയുടെ ഉൾഭാഗം ഇതേ രീതിയിൽ പാദങ്ങൾ പതുക്കെ തടവി കൊടുക്കുക. ഇതിലെ അമ്ലഗുണം മൃതകോശങ്ങളെ നീക്കം ചെയ്യാൻ സഹായിക്കും കേട്ടോ. നല്ല വെണ്മയായിട്ട് കിട്ടും നമ്മുടെ കാലക്കളൊക്കെ. അതുപോലെ കൈകളിലും നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ തൊലിയിട്ടിട്ട് നമുക്ക് നല്ല പൈനാപ്പിൾ ടീ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കും ഇങ്ങനെ ടീ ഉണ്ടാക്കി കുടിക്കുന്നത്. തൊലി നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് തിളപ്പിക്കണം. നന്നായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും കറുവാപ്പട്ട എന്നിവ നന്നായിട്ട് ചതച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വളരെ നല്ല നീർവീക്കം, അതുപോലെ തന്നെ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. നമുക്ക് കുറച്ച് എനർജിയും കാര്യങ്ങളൊക്കെ വരും ഇത് കുടിക്കുന്നത് മൂലം. ഇത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഒരു ഗ്ലാസ്സിലൊഴിച്ച് നമ്മൾ തേനുമായിട്ട് മിക്സ് ചെയ്ത് ചെറു ചൂടോടെ കുടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മൾ തിളപ്പിച്ച് ചൂടോടെ നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് തേനും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കുടിക്കുന്നത്. ഇത് ദിവസത്തിൽ ഏതെങ്കിലും ഒരു നേരം കുടിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന്.
നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഏത്തക്കയുടെ തൊലിക്ക് എന്തുമാത്രം ഗുണങ്ങളുണ്ടെന്നറിയാം. ഈ തൊലിയുടെ ഉൾവശം നമ്മുടെ കൈകളിലോ നമ്മളുടെ ഫേസിലൊക്കെ നമ്മൾ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന പിമ്പിൾസൊക്കെ നന്നായിട്ട് ഉണങ്ങി പൊഴിഞ്ഞു പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് കളർ വെക്കാനും അതുപോലെ ഡ്രൈ സ്കിന്നൊക്കെ മാറാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഈ ഏത്തക്കയുടെ തൊലിയുടെ ഉൾഭാഗം വേണം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മുടെ ഏത്തക്കയൊക്കെ വേഗം ചീത്തയാവാതിരിക്കാൻ നമ്മൾ അതിൻ്റെ ഞെട്ട് ഭാഗത്ത് നമ്മൾ ഒന്നെങ്കിൽ ഒരു ഫോയിൽ പേപ്പർ ചുറ്റി വെക്കുക, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവർ കൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏത്തക്കയൊക്കെ ഒരുപാട് ദിവസം ചീത്തയാവാതിരിക്കും. അത് പഴമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെ ചീഞ്ഞ പഴങ്ങളോ അല്ലെങ്കിൽ പഴുത്ത് ചെയ്യാറായ പഴങ്ങളൊക്കെ മറ്റ് ഏത്തക്കയുടെ കൂടെയോ പഴത്തിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അത് വേഗം ചീത്തയാവും. അതുപോലെ ഏത്തക്കയുടെ തൊലിയൊക്കെ നമ്മൾ അരിഞ്ഞ് ചെടികളുടെ ചോട്ടിൽ ഇതാദ്യം നമ്മൾ ഒരു 2 ദിവസം വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് നമുക്ക് ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെടിയുടെ ചോട്ടിലൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് വളരും. റോസിൻ്റെയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ റോസിലൊക്കെ നന്നായിട്ട് പൂവിടും കേട്ടോ. നമ്മുടെ ഏത്തപ്പഴങ്ങളൊക്കെ വേഗം തന്നെ പഴുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ന്യൂസ് പേപ്പറിലോ ചാക്കിലോ അതും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പഴത്തിൻ്റെ കൂടെ വെച്ചാൽ വേഗത്തിൽ പഴുത്ത് കിട്ടും കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഈ ഏത്തത്തൊലിയുടെ ഉൾഭാഗം വെച്ചിട്ട് നമ്മുടെ പല്ലുകളിൽ ദിവസവും തേക്കുന്നത് നമ്മുടെ പല്ലുകളിൽ മഞ്ഞ കളർ ഉണ്ടെങ്കിൽ അത് മാറാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഇങ്ങനെ വെള്ളത്തിൽ നമ്മൾ ഏത്തക്കയിട്ട് 2 ദിവസം വെക്കുമ്പോൾ ഇതിനകത്തുള്ള പൊട്ടാസ്യം കൂടുതലായിട്ട് വരും. അപ്പോൾ നമ്മുടെ ചെടികളിൽ പൂവുണ്ടാവാനും അതുപോലെ തന്നെ ചെടിയൊക്കെ നല്ല കരുത്തോടെ വളരാനും ഒക്കെ നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മൾ 2 ദിവസം അരിഞ്ഞ് വെള്ളത്തിലിട്ട് നമ്മൾ വെക്കുന്നത്. നമ്മളുടെ വീട്ടിൽ വളർന്ന അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഏത്തക്കയാണെങ്കിൽ ആ തൊലി എടുക്കുന്നതിന് മുമ്പ് നന്നായിട്ട് കുറച്ച് നേരം ഉപ്പും വിനാഗിരിയൊക്കെ ഇട്ടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ താറയൊക്കെ നമ്മൾ കഴുകുമ്പോഴും അതുപോലെ നമ്മുടെ കഥകൊക്കെ നമ്മൾ തുടയ്ക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചൂലെടുത്ത് നമ്മൾ ലോഷൻ ഒഴിച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ മുക്കിൽ മൂലയിൽ ഇരിക്കുന്ന എല്ലാ ചുക്കിലികളും അഴുക്കും എല്ലാം വളരെ വേഗത്തിൽ തന്നെ വരും. നമ്മൾ തുണിയൊക്കെ ഇട്ട് തുടയ്ക്കുന്നതിനേക്കാളും ഒക്കെ കൂടുതൽ നന്നായിട്ട് വൃത്തിയാവും. അതിൻ്റെ ഇടയിലുള്ള അഴുക്കുകളെല്ലാം നീക്കാൻ പറ്റും. നമ്മൾ ഇങ്ങനെ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ആ വെള്ളത്തോട് കൂടി തന്നെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അവിടെ ഒരു കുളവ് കൂട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പൊളിച്ച് കളയത്തില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പം നമ്മൾ എല്ലായിടവും നന്നായിട്ടൊന്ന് ജനലും കഥവുമൊക്കെ നന്നായിട്ട് തുടച്ചതിന് ശേഷം നമ്മളുടെ തിണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകുകയാണ്. ഇതേപോലെ ഇത് വെച്ചിട്ട് നമ്മൾ കഴുകുകയാണ്. മുക്കും മൂലയൊക്കെ നല്ല വൃത്തിയായി കിട്ടും കേട്ടോ. ചൂലുകൊണ്ട് നമ്മൾ ഇതേ രീതിയിൽ ചെയ്താൽ നല്ലതാണ്. അതുപോലെ നനച്ച് തന്നെ നമ്മൾ ചുക്കിലേക്ക് എടുക്കുകയാണെങ്കിൽ ചുക്കിലിയൊന്നും താഴെ അങ്ങനെ പോകത്തില്ല. നമ്മൾ കട്ടലിൻ്റെ മേളിലൊക്കെയുള്ള ചുക്കിലേക്ക് ആണെങ്കിൽ നമ്മൾ ഇതൊന്നും നനച്ചതിന് ശേഷം ചുക്കിലി എടുത്താൽ മതിയാവും. അതുപോലെ നമ്മൾ ജനലിൻ്റെ ഇങ്ങനെ കമ്പിയുള്ള ജനലൊക്കെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടഭാഷയൊക്കെ ഇങ്ങനെ വെള്ളത്തെ മുക്കിയതിന് ശേഷം ഇങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ ഒട്ടും പൊടിയും കാര്യങ്ങളും ഇല്ല. നമ്മുടെ പണിയൊക്കെ വേഗത്തിൽ ഒതുങ്ങും കേട്ടോ. അതേപോലെ നമ്മുടെ സവോള എരിയുമ്പോൾ കണ്ണ് നീറാതിരിക്കാൻ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ 2ആയിട്ട് കീറി വെള്ളത്തിലിട്ട് കൊടുത്താൽ നമ്മുടെ കണ്ണ് ഒട്ടും എരിയത്തില്ല. കൂടുതലൊക്കെ സവോള ഉള്ള സമയത്ത് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതിയാവും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ അരിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെച്ചാലും നമ്മുടെ കണ്ണ് എരിയത്തില്ല. അതുപോലെ നമ്മൾ പാത്രമൊക്കെ അടുക്കി വെക്കുന്ന ഇതുപോലത്തെ സ്റ്റാൻഡൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ അഴുക്കൊക്കെ മാറ്റാൻ വേണ്ടി നമ്മൾ കുറച്ച് പേസ്റ്റ് എടുത്ത് ഇതുപോലെ ഒരു ബ്രഷിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുത്താൽ അതിൻ്റെ അഴുക്കൊക്കെ മാറും. നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും എളുപ്പമാണ്. അതുപോലെ നമ്മുടെ പൈപ്പ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് വരാൻ കുറച്ച് പേസ്റ്റ് ഇതുപോലെ ഒരു ബ്രഷിലെടുത്ത് അതിൻ്റെ ഇടയിൽ മുക്കിലും മൂലയിലൊക്കെ നമ്മൾ ഇങ്ങനെ ഉരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും അഴുക്കും തുരുമ്പും ചെളികളും ഒന്നും കാണത്തില്ല, നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മളുടെ ടൈൽസും കാര്യങ്ങളും ഒക്കെ നമ്മൾ കുറച്ച് പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും നമ്മളുടെ ടൈൽസിനൊന്നും അഴുക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ. അതുപോലെ നമ്മുടെ സിങ്കിൻ്റെ സൈഡ് വശത്തൊക്കെയുള്ള ആ സൈഡൊക്കെ നന്നായിട്ട് ബ്രഷ് വെച്ചിട്ട് കുറച്ച് പേസ്റ്റോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സോപ്പോ ഇട്ട് ഇതേ രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മുക്കിലും മൂലയിലും ഒന്നും അഴുക്കുകളൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മൾ അതേ രീതിയിൽ ഒരു ബ്രഷ് ഒരു പുതിയ ബ്രഷ് ആണെങ്കിൽ അതിട്ട് മാറ്റി വെച്ചിരുന്നാൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ 2 ബ്രഷ് നമ്മൾ ഇതുപോലെ സൂക്ഷിച്ചാൽ നമ്മുടെ പാത്രത്തിൻ്റെ ഇടയിലൊക്കെയുള്ള അഴുക്കുകൾ നമ്മളുടെ കയ്യിലെത്താത്ത സ്ഥലത്തൊക്കെയുള്ള അഴുക്കുകളൊക്കെ നമുക്ക് കഴുകിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് വഴി അറിയിക്കാനും ഒന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.